ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എസ്തെറ്റിക് DIYs പാർട്ട് 2. ഇന്ന് നമ്മൾ എന്താ എസ്തെറ്റിക് ആയിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എസ്തെറ്റിക് ഡെസ്കിൻ്റെ ഒക്കെ മുകളിൽ കാണുന്ന ക്രീപ്പേഴ്സിൽ അതാണ് ഇന്നത്തെ സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കാട്ടും അടിപൊളിയായിട്ടാണ് സംഭവം ഉണ്ടായി വന്നപ്പോൾ ആയത്. ആദ്യം ഞാൻ ചെയ്തത് പച്ച കളറ് പെയിൻ്റ് അതിൽ ഞാൻ ത്രെഡ് മുക്കി വെച്ചു. ആ വെള്ളത്തിൽ പെയിൻ്റ് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ത്രെഡ് മുക്കി വെച്ചു. ത്രെഡിന് തിക്നെസ് കുറഞ്ഞു പോയരുത്, കൂടിപ്പോയാലും കുഴപ്പമില്ല, അധികം കുറയാതെ നോക്കുക. ഞാനിപ്പോൾ ഈ മാല ഓർക്കുന്ന ത്രെഡില്ല, അങ്ങനത്തെ ആണ് എടുത്തത്. അതിനെക്കാട്ടും തിക്നെസ് കൂട്ടിയെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഞാനൊരു വൺ സൈഡ് പേപ്പറാണ് ഞാനെടുത്തത്. അതിലേക്ക് ഞാൻ പച്ച കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തു. പിന്നെ ലീവ്സ് കട്ട് ചെയ്യണേക്ക് മുമ്പ് ഞാനത് മടക്കി ഒട്ടിച്ചിട്ടാട്ടോ കട്ട് ചെയ്തത്. കാരണം എൻ്റെ വൺ സൈഡ് പേപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലീവ്സ് കട്ട് ചെയ്തപ്പോൾ അതിന് ആ ഒരു കട്ടിയിലുള്ള ആ ഒരു ടെക്സ്ചർ വന്നുകൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു കട്ടി വന്നുകൊണ്ട് പേപ്പർ പോലെ അല്ലായിരുന്നു, കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ A4 ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ അത് പിന്നെ ഞാൻ പശ വെച്ച് ഒട്ടിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ പശ വെച്ച് ഒട്ടിച്ചിട്ടൊന്നും അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ഒട്ടിക്കാനൊക്കെ ആയിട്ട് നോക്കിയെങ്കിലും അതങ്ങ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതെന്താ ഇതെന്ന് അറിയണ്ടേ, ഒട്ടുണ്ടായ പശയുടെ ആണോ അത് നൂലിൽ ഇതായതുകൊണ്ടാണോ തണ്ടിൻ്റെ ഇത് കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ഞാനിങ്ങനെ അമുക്കി വയ്ക്കുമ്പോഴത്തേക്ക് അപ്പം ജസ്റ്റ് ഒട്ടും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോരും. പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി, പക്ഷെ സംഭവം നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക ചെയ്തു. അപ്പോൾ എല്ലാം അങ്ങനെ വേഗം വേഗം സ്റ്റാപ്ലർ അടിച്ചപ്പോഴത്തേക്കും അത് വേഗം പണിയും തീർന്നു, കൂടാതെ അത് എളുപ്പമായിട്ട് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് തൽക്കാലം കാണിക്കാനായിട്ട് ഞാൻ ഒരു വിൻഡോയുടെ അവിടെ ആയിട്ട് തൂക്കിയിട്ട്, ഞാൻ ശരിക്കും എൻ്റെ റൂമിലാണ് തൂക്കിയിടാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നു. നോക്കുമ്പോൾ ഒക്കെ റിയലിസ്റ്റിക് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കെന്തായാലും ഇതിൽ ക്യാമറയിൽ കൂടെ കാണുന്നതിനെക്കാട്ടും ശരി അടിപൊളിയായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കാണാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ യെല്ലോ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് ആക്ച്വലി ഇത് അടിപൊളിയാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.